അതോറിറ്റി ഓഫ് ജീസസ് ഇൻ ഫോർഗിവിങ് സിൻസ്. ഹല്ലേലൂയ. പാപങ്ങൾ ക്ഷമിക്കുന്നതിൽ യേശുവിൻ്റെതായ അധികാരം. പാപങ്ങൾ ക്ഷമിക്കുവാൻ ആർക്കാണ് അധികാരമുള്ളത്? കർത്താവിന് മാത്രം, ദൈവത്തിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിന് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം എന്ന് പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5 മുതലുള്ളതായ വേദഭാഗമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, ഒരു പാരലിറ്റിക്കായിട്ടുള്ള ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ആ പക്ഷപാതക്കാരൻ്റെതായ റൂട്ട് കോസ്, അതിൻ്റെതായ റീസൺ എന്തെന്ന് മനസ്സിലാക്കിയ കർത്താവ്, ഹല്ലേലൂയ, ഡയഗ്നോസിങ്, ഹല്ലേലൂയ, ട്രീറ്റ്മെന്റ് എല്ലാം കർത്താവ് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കി. ഹല്ലേലൂയ. ആമേൻ. ഒറ്റ നോട്ടത്തിൽ, ഹല്ലേലൂയ, അവൻ കടന്നു വന്നപ്പോൾ അവനെ കണ്ട മാത്രയിൽ തന്നെ, ഹല്ലേലൂയ, എല്ലാം കർത്താവ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, സൺ, യുവർ സിൻസ് ആർ ഫോർഗിവൻ. ഹല്ലേലൂയ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്താ? ഹല്ലേലൂയ. അവൻ നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടന്നു പോകാം.